ഈ പറയുന്ന റേറ്റിനൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറയല്ലേ, എൻ്റെ മോളുടെ കല്യാണം ആവശ്യമായ കാരണം സ്വർണത്തിനൊക്കെ ഇപ്പോൾ വില അറിയാലോ. എൻ്റെ മോളെ പോലെ നോക്കണ വണ്ടിയാ, കൊടുക്കാൻ തീരെ താല്പര്യമില്ല. എന്താ ചെയ്യുക? ഞങ്ങളും ഈ സ്വർണ്ണമൊക്കെ പണയപ്പെടുത്തിയിട്ട് തന്നെ ഇത് വാങ്ങാൻ വന്നിരിക്കണത്, അല്ലാണ്ട് ഇപ്പോൾ റെഡി ക്യാഷ് ഒന്നും അല്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 50 രൂപയിൽ കൂടുതലില്ല. അത് നമ്മൾ 75 രൂപ തരുന്നുണ്ട്. അത് വളരെ കുറഞ്ഞു പോയില്ലേ? ചേട്ടാ, ആ വണ്ടി കൊടുക്കാനുള്ളതാണോ? അതെ മോളെ, ഈ വണ്ടി നോക്കാൻ വന്നവരവര്. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ? ഞങ്ങൾ വന്ന് നോക്കുന്നതില് വിരോധമൊന്നുമില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും നോക്കാം, ഞങ്ങളൊരു വില പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളും പറഞ്ഞോ. ഇല്ല, മേഡത്തിന് എന്തൊക്കെ ഓട്ടർഷ? ഇരിക്കട്ടെ, ഒരു ഓട്ടർഷ. മാഡം, വണ്ടി വേണമെങ്കിൽ ഒന്ന് നോക്കിയോ. മോളുടെ കല്യാണ ആവശ്യമായ കാരണമാണ് കൊടുക്കുന്നത്. 1 ലക്ഷമെങ്കിലും ഇല്ലാണ്ട് ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ അവസ്ഥ അറിയാലോ. ഞാൻ മോളെ പോലെ നോക്കിയിരുന്ന വണ്ടിയാ. ഞങ്ങൾ 80 രൂപ വരെ പറഞ്ഞു. അതിന്റെ മുകളിൽ കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പുതിയ വണ്ടി നോക്കിക്കൂടെ? അതല്ലേ നല്ലത്. ആ 1 ലക്ഷം രൂപ ഞാൻ തരാം, വണ്ടി എനിക്ക് തന്നേക്ക്. വളരെ ഉപകാരം പോലെ. നല്ല വണ്ടിയാ, ഇതേ വരയ്ക്കും വഴിയിൽ കെടുത്തിയിട്ടില്ല. ദാമരേട്ടാ, ഈ അറിയുന്ന ആളുകൾക്ക് വണ്ടി കൊടുത്താൽ മതി കേട്ടാ. ഈ അകലെയുള്ള ആളുകൾ അറിയാത്ത ആളുകൾക്കൊക്കെ വണ്ടി കൊടുത്തിട്ട് അവിടത്തിൽ വിടണ്ട. നിങ്ങൾ ഉള്ള കാര്യം പറയാൻ. എക്സ്ക്യൂസ് മീ, അതിനൊന്ന് ചന്തയിൽ നിന്ന് വാങ്ങുന്ന കളിപ്പാട്ടൊന്നുമല്ലല്ലോ. ആർക്കി മറ്റൊക്കെ ചേഞ്ച് ചെയ്തല്ലേ വണ്ടി വാങ്ങിക്കുക. ദാമരേട്ടാ, ഒരു 10 രൂപ കൂട്ടി തരാം, 90 രൂപ. വണ്ടി നമ്മുടെ നാട്ടിൽ എടുക്കും, നിങ്ങളുടെ കൺമുന്നിൽ. 1 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ എടുത്തോ, ഞാൻ മാറിത്തരാം. നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് ലാഭമാണോ നഷ്ടമാണെന്നുള്ളത്. ഞങ്ങൾ വണ്ടി കച്ചവടം തുടങ്ങിയിട്ടേ കാലം മറിച്ചായി. വട മോളെന്നാ വണ്ടി നോക്കിയോ, ഞാൻ RC ബുക്ക് എടുത്തിട്ട് വരാം. എന്നെ മനസ്സിലായില്ലേ ദാമോദരേട്ടന്? മോളെ അങ്ങട് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഈ വണ്ടിയിലാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. മോളുടെ പേര്? ദേവൂട്ടി, ദേവകേച്ചിയുടെ മോള്. ദേവകിയുടെ മോള് ദേവുട്ടി, വലിയ കുട്ടിയായില്ലേ? 2-3 മാസം വണ്ടി വാടക തരാതിരുന്നിട്ടും ദാമോദരേട്ടൻ എന്നെ വണ്ടി കയറ്റുന്നത് ഒഴിവാക്കിയിട്ടില്ല. അച്ഛനും അമ്മയും വാങ്ങി തരുന്ന മുട്ടായിക്കാളും ഒരുപാട് മുട്ടായി ഈ കൈ കൊണ്ട് വാങ്ങി തന്നിട്ടുണ്ട്. ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വെങ്ങിപ്പിടയാതെ. ഇന്നത്തെ കാലമൊക്കെ പോയി മോളെ. ഇപ്പൊ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് മോളിപ്പോ. ഇവിടെ ഞാനിപ്പോൾ എഞ്ചിനീയറാ. ഈ കാണുന്ന വീടിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും. ഒക്കെ എന്തിനാപ്പോ ഈ പഴയ ഓട്ടോറിക്ഷ? ഈ വണ്ടി അത് ആർക്കും കൊടുക്കണ്ട, അത് നമ്മുടെ ഒരു ഓർമ്മയല്ലേ. ഇത് ദാമോദരേട്ടൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മോളുടെ കല്യാണമല്ലേ, അതൊക്കെ നമുക്ക് ഉഷാറായിട്ട് നടത്താം. ഞാനുണ്ട്. മോളെ പോലെയുള്ള കുട്ടികളെ കുടി കൊണ്ടുവിടാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു. ഇപ്പോൾ നല്ലത് വരും മോള്. ചില ഓർമ്മകൾ അങ്ങനെ ദാമോദരേട്ടാ, ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും അതൊന്നും മറക്കാൻ പറ്റില്ല.